മുതിരപ്പുഴയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയിൽ കുട്ടികളുടെ പാർക്ക്, ഇരിപ്പിടങ്ങൾ, ലൈറ്റിംഗ് തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട്. 3,65,00,000 രൂപ മുതൽ മുടക്കിയായിരുന്നു നിർമ്മാണം. പഴയ മൂന്നാറിലെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഓഫീസിന് പിന്നിലായാണ് പദ്ധതി നടപ്പാക്കിയത്. ഇതിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. LDF സർക്കാർ വലിയ പരിഗണനയാണ് മൂന്നാറിന് നൽകുന്നത്. കോവിഡിന് ശേഷം മൂന്നാറിലെ ടൂറിസം വികസനത്തിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാണ് സർക്കാർ ഇടപെടുന്നത്. വലിയ മാറ്റം സഞ്ചാരികളുടെ എണ്ണത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി നമ്മുടെ സംസ്ഥാനം മാറി കഴിഞ്ഞിരിക്കുകയാണ്. 2023 സഞ്ചാരികളുടെ വരവ് കണക്ക് ഒക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ആഭ്യന്തര സഞ്ചാരികൾ കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡ് എണ്ണത്തിലെത്തി 2023 വർഷം എന്നുള്ളതാണ് പ്രത്യേകത. മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ മൂന്നാംഘട്ട നിർമ്മാണത്തിൽ 4,81,00,000 രൂപ ചെലവഴിച്ച് കുട്ടികൾക്കുള്ള കളിസ്ഥലം, ചെസ് കൌട്ട്, സ്നേക്ക് ലാഡർ, നടപ്പാത, ബോട്ടുചെട്ടി, വൈദ്യുതീകരണം എന്നിവയും പൂർത്തിയാക്കി. അന്തർദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ മൂന്നാറിന്റെ ടൂറിസം വികസനം ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എം ഭവ്യ കണ്ണൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.